സൂര്യാകുമാരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും BCM കോളേജ്, കോട്ടയത്തുള്ള BCM കോളേജിൽ തന്നെയാണ്. കാരണം ഇവിടുത്തെ കുട്ടികളുടെ കഴിവ് കണ്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വിട്ടുപോകാൻ തോന്നുന്നില്ല. നമുക്ക് ഏതായാലും അവരുടെ ടാലന്റ് കാണാം. യെസ്, മാടമ്പിയിൽ സുരാജ് വെഞ്ഞാറമൂട് വളരെ രസകരമായിട്ട് അഭിനയിച്ച ഒരു സീക്വൻസ് ഉണ്ട്. അതാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരതിനെ എങ്ങനെ പെർഫോം ചെയ്യും നമുക്ക് നോക്കാം. നിശബ്ദത ഉണ്ടാക്കാതെ ഒരു നിമിഷം ശ്രദ്ധിക്കൂ മൈ ഡിയർ കസിൻ സിസ്റ്റേഴ്സ്. അതെന്തുവാ കീടമേ ഞങ്ങളെയൊക്കെ കസിൻ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്? സിസ്റ്റേഴ്സ് എന്ന് ഉറപ്പിച്ച് വിളിച്ച എന്തേലും ചാൻസ് ഉണ്ടെങ്കിൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കീടം കീടം എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. ഞാൻ വെള്ളവിടെ നിർത്തി. കള്ളെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. വട്ടയെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹത്തോടെ സിനിമയിൽ ഷീലാമ്മ വിളിക്കുന്ന പോലെ ചേട്ടാ അങ്ങനെ വിളിച്ചാൽ മതി. BCMലെ കുട്ടികൾ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതില് എന്താണ് പാടാനായിട്ട് ആദ്യം കുറച്ചുപേരെ വിളിക്കാം എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും നല്ല ഉഷാറായിട്ട് നിൽക്കല്ലേ? അപ്പോൾ ആരാണ് ആദ്യം പാടാൻ വരുന്നത്? സാനിക ആരാണ്? സാനിക. അത് അവിടെ നിന്നെന്ന് പറഞ്ഞാൽ വിളിച്ചാലേ ഞാൻ സ്ലോ മോഷനിൽ മാസമായി വരൂ എന്നൊരു ഇതിലൂടെ അല്ലേ? എന്താണ് മോള് എവിടെയാണ്? നാട് എവിടെയാണ്? ഞാൻ മലപ്പുറം. സാനിക എന്നാണ്. സനിക. സനിക. ഓക്കെ. സനികയുടെ മീനിങ് എന്താണ്? എല്ലാ പേരിലും ഒരു അർത്ഥമുണ്ട്. അങ്ങോട്ട് നോക്കി പറ. ഫ്ലൂട്ട്. ഓക്കെ. അപ്പം സംഗീതാത്മകമായ ഒരു പേരിട്ടതുപോലെ തന്നെ ആള് നല്ല ഒന്നാന്തരം ഒരു ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഫ്ലൂട്ട് എന്നുള്ള മീനിങ്. അതൊരു സംഗീത ഉപകരണമാണ്, മനസ്സിലായി? അപ്പൊ ഏതായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ സോഷ്യോളജി. ഓക്കെ, റെഡി? തുടങ്ങാം. പാട്ട് തുടങ്ങാം. മൈക്ക് പിടിച്ചു. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മൈക്ക് ഇത്തിരി കൂടി ഇങ്ങനെ പിടിക്കണം എന്നാലേ. മുൻപേ അടിപൊളി തമിഴ് പാട്ട്. ശരി, റെഡി, ആക്ഷൻ. മുൻപേ വാ എൻ അൻപേ വാ ഊനേ വാ ഉയിരേ വാ മുൻപേ വാ എൻ അൻപേ വാ പൂപ്പൂവായ് പൂപ്പൂവാ നാനാ കേട്ടേൻ என்னை நானே நானியா നെഞ്ചം சொன்னதே. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് തുണയ്ക്കുള്ള ആക്ടിങ്. എന്ത് പറ്റി? അതെ, എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ട് മനോഹരമായിട്ട് തന്നെ പാടിയല്ലോ. പഠിച്ചില്ലേ? ശരി, മോളൊന്നും തന്നെ പാടിയതല്ലേ. അടുത്ത ആളുവാ. മോളങ്ങോട്ട് നിന്നോ. അവിടെയാണ് ഓഡിയൻസ്. എന്താ പേര്? ആതിര. ആതിര ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഫസ്റ്റ് ഇയർ BA സോഷ്യോളജി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നാളെ ഇവിടെ തന്നെ കോട്ടയത്ത്. റെഡി, ആക്ഷൻ. പ്ലീസ് ലൈസൻസ്. ഒച്ച വെച്ച് നിശബ്ദത ഉണ്ടാക്കാതെ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. മൈ ഡേ കസിൻ സിസ്റ്റേഴ്സ് എന്ന് വിളിച്ച് ഉറപ്പിച്ച് വിളിക്കാത്തത് വെറുതെ ഒരു ചാൻസ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ദയവ് ചെയ്ത് എന്നെ കീടം എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. അയ്യോ, ഞാൻ വെള്ളവടി നിർത്തി. വെള്ളമടിച്ച് കള്ളെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. പിന്നെ പട്ടയെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ എന്നതാണ് ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. പിന്നെ നിങ്ങൾ എന്നെ സ്നേഹത്തോടെ സിനിമയിൽ ഷീലാമ്മ വിളിക്കുന്നത് പോലെ വാസു കൊച്ചേട്ടനെ വിളിച്ചാൽ
പ്ലീസ് ലൈസൻസ്. നടക്കൂടി. എല്ലാരും ഒച്ച വെച്ചുകൊണ്ട് നിശബ്ദത പാലിച്ച് നിൽക്കൂ. മൈ ഡിയർ കസിൻ സിസ്റ്റേഴ്സ് എന്ന് വിളിച്ച് സിസ്റ്റേഴ്സ് എന്ന് വിളിച്ചാൽ മൈ ഡിയർ കസിൻ സിസ്റ്റേഴ്സ് എന്ന് ഉറപ്പിച്ച് വിളിക്കാത്തത് മൈ ഡിയർ കസിൻ സിസ്റ്റേഴ്സ് എന്ന് ഉറപ്പിച്ച് വിളിച്ചാൽ വെറുതെ ഒരു ചാൻസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കീടം നിങ്ങൾ എന്നെ കീടം എന്ന് വിളിച്ചാക്ഷേപിക്കരുത്. ഇതൊന്ന് കൊഴുക്കട്ടെ അല്ല ഊത്തപ്പം പറയുന്നത് കേള് കോച്ചാണ്. ഞാൻ വെള്ളവടി നിർത്തി. കള്ളെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, പട്ടെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകൾ എന്നതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ നിങ്ങൾ എന്നെ കീടം എന്ന് വിളിക്കാതെ നിങ്ങൾ എന്നെ കീടം എന്ന് വിളിക്കാതെ സ്നേഹത്തോടെ ഷീലാമ്മ സിനിമയിൽ വിളിച്ചതുപോലെ എന്റെ വാസുകുച്ചിട്ട എന്ന് വിളിക്കണം. വരത്തില്ല. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ വാസുകൊച്ചേട്ട എന്ന് വിളിക്കണം. ശരി, അടുത്ത ഒരാളെ വിളിക്കുക. ഇനി വരുന്ന ആള് കറക്കൂടെ നിൽക്കണം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മുളങ്ങ. എന്താ മക്കളുടെ പേര്? ഭവ്യ റോയ്. ഞാൻ വളരെ പാവമായ ഒരു മനുഷ്യനാണ്. ഭവ്യ റോയ്. ഭവ്യത ഏറ്റവും കൂടുതലൊരു മനുഷ്യനാണ് ഞാൻ. മനസ്സിലായി? അതുകൊണ്ട് എന്നെ കണ്ട് പേടിച്ച് നിൽക്കൊന്നും ഇല്ല. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, റെഡി അല്ലേ? പാട്ട് പാടത്തില്ലേ ഭവ്യ? അപ്പൊ ആദ്യം ഒരു പാട്ടിൽ അപ്പൊ ഒന്ന് റിലാക്സ് ആവാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുൻപേ വന്നു, ആത്മാവിനുള്ളിൽ ഈരൻ തോമഞ്ഞായി തോരാതെ പെയ്തോ നീ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നിതാ, മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം, ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിലിള പോലെ കൊഞ്ചിയൊഴുകുന്നിതെന്നു അഴകേ ഈ അനുരാഗം. പാട്ട് പഠിക്കുന്നുണ്ടല്ലേ? ഇല്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആക്ടിങ്ങിലേക്ക് കടക്കാം. ഏതിനായിരുന്നു ഇവിടെ പഠിക്കുന്നത്? BA സോഷ്യോളജി. നാട് ആര്യങ്കാവ്. അപ്പൊ റെഡി, നമുക്ക് ആക്ഷനിലേക്ക് പോവാം, ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. പ്ലീസ് ലൈസൻസ്. എല്ലാവരും ഒച്ചയുണ്ടാക്കി നിശബ്ദത ഉണ്ടാക്കാതെ കുറച്ച് സമയം എന്നെ ശ്രദ്ധിക്കൂ. മൈ ഡിയർ കസിൻ സിസ്റ്റേഴ്സ് എന്ന് ഉറപ്പിച്ച് വിളിച്ചാൽ എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എടാ മിടുക്ക, നീ ചില സമയത്തുണ്ടല്ലോ ഒരു സംഭവമാണോ? ആണോ? സത്യമായിട്ട് ചില സമയത്ത് മാത്രം. പിന്നെ നിങ്ങൾ എന്നെ ദയവ് ചെയ്ത് കീടം എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. ഞാൻ വെള്ളമടി നിർത്തി. കള്ളെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, പട്ടേന്ന് കേട്ടാൽ തിളയ്ക്കണം നമുക്ക് ഞരമ്പുകളിൽ ചോര നമുക്ക്. ഒന്നും കേൾക്കാതെ വന്ന പൂഴിക്കടകെന്നും തോന്നുന്നുണ്ട്. ഒടുവിൽ ഞാനതർക്കും എന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹത്തോടെ സിനിമയിൽ ഷീലാമ്മ വിളിക്കുന്നത് പോലെ എൻ്റെ വാസുകൊച്ചേട്ട എന്ന് വിളിക്കണം. ആ കണ്ണിങ്ങനെ ഇതാക്കുന്നുണ്ട് ഷീലയ്ക്ക്, അത് ആക്കുന്നൊരു സാധനമുണ്ട്. എന്റെ വാസുകൊച്ചേട്ട. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എന്താ പേര്?
അഞ്ജലി. അഞ്ജലി കൊള്ളാം കേട്ടോ. കമ്മലൊക്കെ കൊള്ളാം, 2 കമ്മലൊക്കെ ഇട്ട് ആയിട്ടുണ്ട്. നല്ലൊരു ഡിമ്പിളുണ്ട്. താങ്ക് യു. എവിടെയാണ് ശരിക്കും നാട് എവിടെയാണ്? പത്തനംതിട്ട. ഇവിടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇവിടെ സോഷ്യോളജി ഫസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആക്ടിങ്. ഈ സിനിമ കണ്ടാണോ? കുറച്ച് കണ്ട്, ഓർമ്മയില്ല. ഇപ്പോൾ സീൻ കണ്ടില്ലേ? ആ കണ്ട്. ഇവിടെ നോക്കി വേണം ആക്ട് ചെയ്യാൻ. ഓക്കെ അല്ലേ? റെഡി, ആക്ഷൻ. പ്ലീസ് ലൈസൻസ്. ഒച്ച ഉണ്ടാക്കി നിശബ്ദത ഉണ്ടാക്കരുത്. നിങ്ങൾ എന്നെ കേൾക്കും. എന്താ ശരിയല്ലേ? ഓടുന്നു. എന്റെ പൊന്നോ, ഒടുക്കത്താ പിന്നെ. പ്ലീസ് ലൈസൻസ്. ഒച്ച ഉണ്ടാക്കി നിശബ്ദത പാലിക്കരുത്. ഒരു നിമിഷം നിങ്ങൾ എന്നെ കേൾക്കൂ. മൈ ഡിയർ കസിൻ സിസ്റ്റേഴ്സ് എന്ന് ഉറപ്പിച്ച് വിളിക്കാത്തത് എന്തേലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ നിങ്ങൾ എന്നെ കീടം എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. ഉണ്ടോ? ഇല്ല. ഞാൻ വെള്ളോടി നിർത്തി. സത്യമായിട്ട് ഞാൻ വെള്ളോടി നിർത്തി. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. കള്ളെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം നമ്മുടെ അന്തരംഗം. ചോര പട്ടയെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങളെന്നെ സിനിമയിലെ സ്നേഹത്തോടെ ശീലമ്മ വിളിക്കുന്നത് പോലെ എന്റെ വാസുക്കുച്ചേട്ടാ എന്നങ്ങ് വിളിച്ചാ മതി. സൂപ്പർ, നല്ല ആക്ടിങ്. താങ്ക് യു ഫോർ ദ കംപ്ലൈന്റ്. ഇംഗ്ലീഷ് പറയരുത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മുമ്പിൽ വെച്ച് നീ. സാധാരണ എപ്പോഴും നമ്മൾ നിർബന്ധിച്ചാണ് ഓരോരുത്തരെ വിളിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങോട്ട് ഞാൻ വരാമെന്ന് പറയുന്നത്. വരൂ പ്ലീസ്, അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി കൊടുക്കുക. പേരെന്താണ് മോളുടെ? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ആക്ടിങ്ങിലോട്ട് പോകാം അല്ലേ? റെഡി, അവിടെ നോക്കി പറയണം. ആക്ഷൻ. പ്ലീസ് ലൈസൻസ്. ഒച്ച വെച്ച ശബ്ദം കൂട്ടാതെ. മൈ ഡിയർ കസിൻസ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് വിളിച്ച് എന്തൊരു ചാൻസ് ഉണ്ടെന്ന് വിളിച്ച് ആണ്. ദൈവത്തെ ഓർത്ത് എന്നെ കീടം എന്ന് വിളിച്ച് ആക്ഷേപിക്കാതെ ഞാൻ വെള്ളം കണ്ടി നിർത്തി. കള്ളെന്ന് വിചാരിച്ചാൽ കള്ളെന്ന് കേട്ടാൽ അന്തരംഗം അഭിമാനപൂർണമായ എന്തേലും ആട്ടെ. അഭിമാനപൂർണ്ണ കള്ളെന്ന് കേട്ടാൽ അഭിമാനപൂർണമായ എന്തായാലും ഞാൻ വരാതെ പറഞ്ഞ വന്നതാണല്ലോ. ഇത് കേൾക്കട്ടെ. പറയാം. അങ്ങനെ വരണുള്ളൂ. കള്ളെന്ന് കേട്ടാൽ അഭിമാനപൂർണമായ പൂരിതമായ അന്തരംഗം. പൂരിതമാകണം അന്തരംഗം. പട്ടായെന്ന് കേട്ടാ ചിരിക്കാതെ ഞാൻ പറയും. കുരുവി പട്ടായെന്ന് കേട്ടാൽ തിളക്കണം രക്തം അങ്ങോട്ട്. എന്തുവാ കേട്ടാൽ അത് ചോറായി. അന്തരങ്ങളിലോ ചോര അന്തരങ്ങളിലോ നെരുമ്പുകളിൽ നമുക്ക് നീ പറഞ്ഞ സത്യമാണോ എന്നാണ് ഇപ്പത്തെ എന്റെ അവസ്ഥ. അത് കൃത്യ എന്റെ അവസ്ഥ ഇപ്പൊ അതാ. അടുത്ത ഡയലോഗ് വാ. വരാ. അടുത്ത ലൈവിൽ നിന്ന് ശീലാവതി. അല്ല ഞാൻ പറയാം. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നിങ്ങൾ എന്നെ സ്നേഹത്തോടെ ശീലാവതി ചേച്ചി എന്നെ വിളിക്കുന്ന പോലെ വാസു ചേട്ടാ എന്ന് വിളിച്ചാ മതി. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. ഇനിയിപ്പോ മോന് വരാല്ലേ? എടാ, ഇവിടുത്തെ ഒരേ ഒരു കൃഷ്ണനാണ് നീ ആ ബല കളയരുത്. ഇങ്ങോട്ട് വന്നേ. തുടങ്ങാം നമുക്ക്. പേരെന്തായിരുന്നു? ഡൊമിനിക്. ഏത് ക്ലാസ്സിലായിരുന്നു പറഞ്ഞു? MSW. ഓക്കെ, അപ്പോൾ MSW നിന്ന് അഭിമാനപൂരിതമാകുന്ന നെഞ്ചകം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡൊമിനിക് എത്തിയിരിക്കുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. പ്ലീസ് ലൈസൻസ്. ഒച്ച അതാരാ അങ്ങനെ ഒരു കോയി വിട്ടത്?
രമണി നീയാണോ പോയി വിട്ടത്? ഞാനല്ല. ലൈസൻസ് എന്ന് പറഞ്ഞപ്പോൾ ഒച്ച വെച്ചോളൂ. റെഡി. പ്ലീസ് ലൈസൻസ്. ഒച്ച വെച്ച് ശബ്ദം ഉണ്ടാക്കാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ അല്ലേ. മൈ ഡിയർ കസിൻ സിസ്റ്റേഴ്സ്. സിസ്റ്റേഴ്സ് എന്ന് വിളിച്ച് ഉള്ള ചാൻസ് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. പിന്നെ നിങ്ങൾ എന്നെ കീടം കീടം എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. ഞാൻ വെള്ളവടി നിർത്തി. കേവനെ നീ എങ്ങനെ സഹിക്കുന്നടാ? അതൊക്കെ ഒരു ശീലമായി പോയി കളിയാ. കള്ളെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. പട്ടയെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നിരമ്പുകളിൽ. പിന്നെന്തായിരുന്നു? അതാണ് അയ്യോ എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ലാസ്റ്റത്തെ ഡയലോഗ് ശീലാമ്മയുടെ എന്തോ അടിപൊളി. അതെ, നിന്റെ ഒരു ഫുൾ സൈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എനിക്ക് തരൂ. എന്നത്തിനാ? രൂപക്കൂടിനടുത്ത് വെച്ച് പൂജിക്കാനോ? എന്റെ ഈശോയെ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹത്തോടെ സിനിമയിൽ ശീല വിളിക്കുന്ന പോലെ വാസുകൊച്ചേട്ടാ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്താ പേര്? അനുപമ രാജ്. അനുപമ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BA ഹിസ്റ്ററി. നാട് എവിടെയാണ്? വൈക്കം. അപ്പം റെഡി അല്ലേ? തുടങ്ങാം. റെഡി, ആക്ഷൻ. പ്ലീസ് ലൈസൻസ്. ഒച്ച വെച്ച് നിശബ്ദത ഉണ്ടാക്കാതെ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. നടക്കുന്ന കാര്യം വല്ലതും പറ ജംഷീറെ. ഇത് നിന്റെ അവസാനത്തെ ഐഡിയ. അവസാനത്തെ ഐഡിയ ഇതിലും വരെ രക്ഷപ്പെടും. മൈ ഡിയർ കസിൻ സിസ്റ്റേഴ്സ്. സിസ്റ്റേഴ്സ് എന്ന് ഉറപ്പിച്ച് വിളിക്കാത്തത് എന്തെങ്കിലും ഒരു അവസരമുണ്ടെങ്കിൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾ എന്നെ കീടം കീടം എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത്. ഞാൻ വെള്ളമടി നിർത്തി. കംപ്ലീറ്റ് ഉടായ്പകളാണല്ലോ. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? മദ്യമെന്ന് കേട്ടാൽ കള്ളെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. പട്ടയെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകൾ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അതുകൊണ്ട് സിനിമയിൽ ശീലാമ്മ വിളിക്കുന്നത് പോലെ സ്നേഹത്തോടെ സിനിമയിൽ ശീലാമ്മ വിളിക്കുന്നത് പോലെ എന്റെ വാസുകൊച്ചേട്ടാ എന്ന് വിളിച്ചാൽ. ഇത്രയും നാളെ എവിടെയായിരുന്നു? എന്താ മോളുടെ പേരെന്താണ്? എന്റെ പേര് ജോയ്സി ജെയിംസ്. ജോയ്സി ജെയിംസ്. എവിടെ? നാട് എവിടെയാണ്? എന്റെ നാട് ഇടുക്കി. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ BA ഹിസ്റ്ററി സെക്കൻഡ് ഇയർ. ആക്ടിങ് തുടങ്ങാം അല്ലേ? റെഡി, ആക്ഷൻ. പ്ലീസ് ലൈസൻസ്. ഒച്ച വെച്ച് നിശബ്ദത ഉണ്ടാക്കാതെ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. മൈ ഡിയർ കസിൻ സിസ്റ്റേഴ്സ്. സിസ്റ്റേഴ്സ് എന്ന് ഉറപ്പിച്ച് വിളിച്ചാൽ എന്തേലും ചാൻസ് ഉണ്ടെങ്കിൽ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കീടം കീടം എന്ന് വിളിക്കരുത്. ഞാൻ വെള്ളവടി നിർത്തി. കഴിഞ്ഞ ഈ മയിലെണ്ണ വിൽക്കണ ലാട വൈദ്യന്മാര് റോട്ടി കിടന്ന് ചലക്കണ പോലെ നീ എന്റെ അടുത്ത് തന്നെ എത്രയോ പ്രാവശ്യം ഇത് പറഞ്ഞിരിക്കണു. കള്ളെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. പട്ടയെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. അതുകൊണ്ട് നിങ്ങൾ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സിനിമയിൽ സ്നേഹത്തോടെ ശീലാമ്മ വിളിക്കുന്ന പോലെ എന്റെ വാസുകൊച്ചേട്ടാ അങ്ങനെ വിളിച്ചാൽ മതി. എന്റെ ദേവി മോനെ നീ ഭാഗ്യവാനാടാ. അപ്പോൾ ഇനി നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളാണ്. ലാസ്റ്റ് അയാൾ വരികയാണ്. അയാൾ ഫസ്റ്റ് വന്ന് പാട്ടൊക്കെ പാടി വളരെ നമ്മുടെ എന്താണ് ഈ ഇവിടെയൊക്കെ ഒന്ന് കൊഴിപ്പിച്ചിട്ട് പോയ ആളാണ്. ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് കയ്യടിയോടുകൂടി ഞങ്ങൾ വിളിക്കുകയാണ്. സനിക. എന്തോ സനിയുടെ ചിരി വളരെ ബ്യൂട്ടിഫുൾ ആണ്. പാട്ട് അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അഭിനയം അതുക്ക് മേലെ പോകുന്ന ഞങ്ങൾക്കറിയാം. ഇല്ല എനിക്കത് അഭിനയിക്കാൻ അറിയില്ല. നമ്മൾ അഭിനയിക്കാൻ അറിയണമെന്നില്ല. നമ്മൾ ഈ സിനിമാ നടന്മാരെ കൊണ്ടല്ല ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കഴിവുണ്ട് നമുക്കറിയാം. ഓക്കെ, റെഡി, ആക്ഷൻ. പ്ലീസ് ലൈസൻസ്. എന്താ ഒച്ച വയ്ക്കാതെ നിശബ്ദത കൂട്ടാതെ ഒച്ച വെച്ച് നിശബ്ദത കൂട്ടാതെ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ഭഗവാനെ. മൈ ഡിയർ കസിൻസ് ആൻഡ് സിസ്റ്റേഴ്സ്. സിസ്റ്റേഴ്സ് എന്ന് വിളിച്ച് ചുമ്മാ ഒരു ചാൻസ് കളയണ്ടല്ലോ എന്ന് വെച്ചാ വിളിക്കാത്ത നിങ്ങളെ ഓനെ എങ്ങനെ സഹിക്കുന്നപ്പാ? ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കീടം കീടെന്ന് വിളിക്കരുത്. ഞാൻ വെള്ളമടി നിർത്തി. ഒരു കള്ളെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. പട്ടയെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമ്മുടെ ഞരമ്പുകളിൽ. പിന്നെന്താ? അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അതെ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സിനിമയിൽ ശീലാമ്മ സ്നേഹത്തോടെ
സിനിമയിൽ ഞാൻ ചെമ്മീനാണ് കേട്ടത്. അത് കറുത്ത ഓക്കെ. സിനിമയിൽ ശ്രീലാമ വിളിക്കുന്നത് പോലെ എന്നെ ബാസുക്കുച്ചേട്ടാ എന്ന് വിളിച്ചാൽ മതി. ഭയങ്കര നാണം പക്ഷെ പറയാൻ പറ്റി. പറക്കം പറ്റിയപ്പോ അനിയത്തി പ്രാവ് പറഞ്ഞു പോയി. BCM കോളേജ് കോട്ടയം. മനോഹരമായ കുട്ടികളായിരുന്നു. അവരുടെയൊക്കെ നല്ല പെർഫോമൻസ് കഴിഞ്ഞ എപ്പിസോഡുകളായി നമ്മൾ കാണുകയാണ്. ഏതായാലും തൽക്കാലം നമ്മൾ ഇവിടെ വിട പറയുകയാണ്. മറ്റൊരു കോളേജുമായി മറ്റൊരു സ്ഥലത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.